തീർച്ചയായും. ഡോക്ടർ എം എൻ കാരശ്ശേരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് തൃശൂരിലെത്തി പ്രസംഗിച്ചത്. ഇവിടെ മഹിളാ സംഗമമാണ് നടന്നത്. 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത വലിയ സംഗമം. അവിടെ അദ്ദേഹം വലിയ അവകാശവാദമായി, പലപ്പോഴും അദ്ദേഹം പല പ്രസംഗങ്ങളിലും അവകാശവാദമായി ഉന്നയിക്കുന്ന കാര്യം ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് BJP സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി മുത്തലാഖ് നിരോധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ആവർത്തിച്ച് അവിടെയും അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെ പെട്ട തന്റെ സ്വന്തം സംസ്ഥാനത്തിലുണ്ടായിരുന്ന ബിൽക്കിസ് ബാനു, തന്റെ സ്വന്തം സംസ്ഥാനത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ആക്രമണമാണ്. ആക്രമണം എന്ന് വെച്ചാൽ 14 ബന്ധുക്കളെ കൊല ചെയ്ത് 2 കുഞ്ഞുങ്ങളെ കൊന്ന് അതിക്രൂരമായി 11 പേർ കൂട്ടബലാത്സംഗം ചെയ്ത കേസാണ്. അതിൽ എങ്ങനെയൊക്കെയാണ് സർക്കാരും BJPയും ആ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്കിപ്പുറം നീതി ലഭ്യമാകുമ്പോൾ ഈ ബിൽക്കിസ് ബാനു കേസിനെ, ഈ സുപ്രധാന വിധിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഡോക്ടർ എം എൻ കാരശ്ശേരി? സ്മൃതി, കഴിഞ്ഞ കൊല്ലം BBC ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിരുന്നു. അതിനെപ്പറ്റി വലിയ ബഹളമായിരുന്നു. അപ്പോൾ വലിയ പ്രതിഷേധം, അത് ഇന്ത്യയെ അവമാനിക്കുന്നു. അങ്ങനെ ആ കണക്കിലാണ് നമ്മുടെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടി വിട്ടുപോയി BJP ചേർന്നത്. അത് രാഷ്ട്രത്തെ അവമാനിക്കലാണെന്നാ. രാഷ്ട്രത്തെ അവമാനിച്ച ആരാണ്? നരേന്ദ്രമോദിയാണ് അവമാനിച്ചത്, അല്ലാതെ BBC അല്ല. BBC ഒരു സത്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, ബിൽക്കിസ് ബാനു എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ പ്രതിരോധത്തിൻ്റെ വനിതാ പ്രതീകമായി തീർന്നിരിക്കുന്നു. 19 വയസ്സുള്ള 5 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഇത്രയും കാലം 10-20 കൊല്ലം അവർ ഇച്ഛാശക്തിയോടുകൂടി, നീതിബോധത്തോടുകൂടി, പ്രതിഷേധത്തോടു കൂടി ഒന്നിൻ്റെ കൂടെ നിന്നു എന്നുള്ളത്. ഈ കൂട്ടത്തിൽ നമ്മൾ സുഭാഷിണി അലി, വൃന്ദ കാരാട്ട്, മഹുവ മൈത്ര തുടങ്ങിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് കൊടുത്ത പിന്തുണയെ ബഹുമാനപൂർവ്വം ഓർമ്മിക്കേണ്ടതാണ്. ഇതുപോലെ 2002 അവിടുത്തെ മുസ്ലിം വംശഹത്യയിൽ ഇരകളായി തീർന്ന ആളുകൾക്ക് വേണ്ടി എത്രയോ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച മലയാളിയായ അന്നത്തെ DGP RB ശ്രീകുമാർ, മനുഷ്യാവകാശ പ്രവർത്തക ടി സ്റ്റാർ സെറ്റിൽവാദ് തുടങ്ങിയുള്ള ആളുകളെയും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ 1 ലക്ഷം സ്ത്രീകൾ പങ്കെടുത്ത മീറ്റിംഗ് എന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത്. അപ്പോൾ അന്നുള്ള ഒരു കാര്യം, അന്തരീക്ഷത്തിൽ അപ്പോഴും സാക്ഷി മാലിക് തുടങ്ങിയുള്ള വനിതാ ഗുസ്തി താരങ്ങളുടെ ബ്രിജ്ഭൂഷണെതിരായിട്ടുള്ള പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും MP ആയിട്ട് തുടരുന്നു, BJPയുടെ നേതാവായിട്ട് തുടരുന്നു. അവർക്കൊരു നീതിയും കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ഇത് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ വലിയ വലിയ പുരസ്കാരങ്ങളൊക്കെ നിരത്തിൽ വലിച്ചെറിയാണ്. ആലോചിച്ചൊക്കെ എന്തൊരു സങ്കടമാണ്. അപ്പോൾ ലോകപ്രസിദ്ധരായ താരങ്ങൾക്കുള്ള സ്ഥിതി ഇതാണെങ്കിൽ, ഇത്രയും സമ്പത്തും പ്രസിദ്ധിയും പിന്തുണയുമുള്ള ആളുകൾക്ക് ഇത്തരം അനാഥത്വമാണെങ്കിൽ BJPക്ക് രാഷ്ട്രീയമായ മൈലേജ് ഉണ്ടാവുന്ന എന്തും ചെയ്യാം. അന്ന് ഇവരെ തുറന്നു വിട്ടപ്പോൾ കേട്ടൊരു വാക്യം ഞാൻ ഒരിക്കലും മറക്കൂല. അന്ന് പറഞ്ഞൊരു കാര്യം എനിക്കത് ആവർത്തിക്കാൻ വളരെ നാണക്കേടുണ്ട്, പക്ഷേ ഈ സമയത്ത് ആവർത്തിക്കാൻ. അവരിൽ ചിലർ ബ്രാഹ്മണന്മാരാണ്, അവർക്ക് ഉന്നതമായ സംസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയിലാണ് ബ്രാഹ്മണനും ചണ്ടാലനും ഒരേ കുറ്റം ചെയ്താൽ 2 തരം ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇറക്കിവിടപ്പെട്ട റിലീസ് ചെയ്യപ്പെട്ട പുറത്തുവിട്ട 11 പേരിൽ ചിലരൊക്കെ ബ്രാഹ്മണരാണെന്നല്ല, ബ്രാഹ്മണരായതുകൊണ്ട്, അവർ ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞതുകൊണ്ട് അവർക്ക് ഉന്നത സംസ്കാരമുണ്ട്. അതുകൊണ്ട് അവരെങ്ങനെ ജീവിതകാലം മുഴുവൻ തടവറയിൽ വെക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതെ, അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ മനുസ്മൃതിയിലേക്ക് മടങ്ങിപ്പോവാണോ എന്ന ബേജാറ് അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു വിധി വരുന്നത്. അതിപ്പോൾ നമ്മുടെ പ്രശാന്ത് പത്മഭൂഷണും പത്മനാഭനും ഹാരിസ് ബീരാനും ഒക്കെ പറഞ്ഞ മാതിരി വളരെ ധീരമായ ഒന്നാണിത്. ജനാധിപത്യത്തിലും നീതിപീഠത്തിലും നിയമവാഴ്ചയിലും നമുക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ സ്ത്രീകളുടെ കാര്യം ഇന്ത്യയിൽ വളരെ കഷ്ടമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ദിവസം ശരാശരി 89 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.